നിലമ്പൂരിലെ ഫലപ്രഖ്യാപനം അവസാന റൗണ്ടുകളിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും നിലമ്പൂരിൽ വോട്ട് ചെയ്ത സാധാരണക്കാരായ ആൾക്കാരുണ്ട്, നിലമ്പൂർ ടൗണിൽ തന്നെയുണ്ട്. അമ്മ, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഒരു വോട്ട് ചെയ്തൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ വോട്ട് പാഴായോ? നല്ല അടിപൊളിയായില്ലേ. നമ്മളെ ആര്യയുടെ സൗഖ്യത്തല്ലേ ജയിച്ച, അടിപൊളിയായില്ലേ. ഹാപ്പിയാണ്. ഈ തെരഞ്ഞെടുപ്പൊക്കെ ജയിച്ചു കഴിഞ്ഞപ്പോ എന്തൊക്കെയാണ് ഈ നിലമ്പൂരിന് വേണ്ടത്? വേണ്ടതൊക്കെ നമ്മക്ക് അപ്പൊ ഒരു വരുമ്പോ പറയാ. ഇപ്പൊ നമ്മക്ക് വേണ്ടത് പറഞ്ഞാ കിട്ടൂലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? റിസൾട്ടൊക്കെ വരുവാണ്. റിസൾട്ട് അടിപൊളിയാണ്. നമ്മള് വിചാരിച്ച മാർക്കെന്താ ഷോക്കത്തേക്ക് തന്നെ ജയിച്ചു. ഇത് തന്നെയാണോ പറയാനുള്ളത്? എന്തെങ്കിലും നിരാശ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ, ഷൗക്കത്ത് തന്നെ ജയിച്ചത്. ഇടതുമുന്നണിക്ക് ഇത്രയും വലിയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചായിരുന്നു? ഇല്ല. ഇല്ല. അവിടെ എന്താണ് പറ്റിയത്? എന്താണ് പറ്റിയത് എന്താ വെച്ചാല് അൻവർ കുറെ വോട്ട് പിടിച്ചു, അത് LDF ക്ഷീണായി, അതുകൊണ്ട് തോറ്റു. അപ്പൊ ഇനി ഒരു മാറ്റം എന്താണ്? മാറ്റം എന്ന് പറഞ്ഞാല് ഇനിയിപ്പോ അടുത്ത ഇലക്ഷൻ വരില്ല, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ഇരിക്കുമൊക്കെ ഉണ്ടാവും പ്രതീക്ഷിക്കണ്. എങ്ങനെയായിരുന്നു വിജയൊക്കെ? പാവപ്പെട്ടിക്കാർ അർഹതക്കുള്ള അംഗീകാരമാണ് കിട്ടിയത്. വളരെ പ്രതീക്ഷിച്ച വിജയമാണ്, എങ്കിലും വളരെ ആവേശകരമായ വിജയമായി. എങ്ങനെ വിജയത്തെ എങ്ങനെ കാണുന്നു? വിജയം പാവപ്പെട്ടി ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് തോറ്റതല്ലേ, അപ്പൊ ജനങ്ങൾ ഒന്നും ഓനെ ജയിപ്പിക്കാന്ന് ഞാനടക്കമുള്ള ആളുകൾ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മള് കഴിഞ്ഞ തവണ ആർക്കാ വോട്ട് ചെയ്തത്? കഴിഞ്ഞ പ്രാവശ്യം അൻവറിനായി വോട്ട് ചെയ്ത് നമ്മളെ കുടിയില്ല 10 ഇടതുപക്ഷത്തിന്. ഇപ്രാവശ്യം 10 അല്ലേ, നമ്മളെ കുടുംബ സംബന്ധമായ എല്ലാ വോട്ടും ഓന് തട്ടിക്കൊടുത്തു. അപ്പം ശരിക്കും ഈ ജനങ്ങളുടെ അഭിപ്രായമാണ്, ജനഹിതം എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത ആൾക്കാർ ഇത്തവണ PV അൻവറിന് വോട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോൾ ആര്യാടൻ ചൌക്കത്തിൽ എന്ന ബാപ്പുട്ടിക്കായ്ക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തവരുമൊക്കെ നിരാശയാണ്. നമ്മോട് സൂചിപ്പിച്ചതുപോലെ തന്നെ PV അൻവർ വോട്ട് പിടിച്ചത് വലിയൊരു കാര്യമായിട്ട് തന്നെ കാണുന്നു. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി നിലമ്പൂരിൽ നിന്നും സത്യരാജിനോടൊപ്പം B. ശ്രീകുമാർ.